ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് സാംസങ്ങിൻ്റെ A50 ആണ്. അപ്പോൾ സാംസങ്ങിൻ്റെ പണ്ടത്തെ ഫോൺസൊക്കെ, പണ്ടത്തെ മിഡ് റേഞ്ച് ഫോൺസൊക്കെ നമ്മൾ നോക്കുമ്പോൾ വില കുറഞ്ഞ ഫോൺസ് അത് അത്ര നല്ല സ്പെസിഫിക്കേഷൻസ് ഇല്ല, എന്നാൽ കൂടുതൽ വിലയുണ്ടായിരുന്നു. എന്നാൽ സാംസങ് ഇപ്പോൾ നമ്മളെ റെഡ്മി വരെ പൊട്ടിക്കുന്ന രീതിയിൽ ഫോൺസ് ഇറക്കാൻ തുടങ്ങി. M സീരീസിലും A സീരീസിലുള്ള ഫോൺസ് വളരെ നല്ല ഫോണുകളാണ്. ഇപ്പോൾ സാംസങ്ങിൻ്റെ A50 നമ്മുടെ ഷവോമിയുടെ പോക്കോ F1 ആയിട്ടൊക്കെ കമ്പയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഫോണാണ്. അപ്പോൾ അത് ഇതിൽ കുറച്ചൊക്കെ കമ്പയർ ചെയ്തുള്ള കാര്യങ്ങളും ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽസ്, ഇത് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയ കാര്യങ്ങളാണോ എന്നുള്ള ഞാൻ കുറച്ച് യൂസ് ചെയ്തതിൻ്റെ ശേഷമുള്ള കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഫോണിനെ പറ്റി നമുക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ ഡിസൈനും ആൻഡ് ബിൽഡ് ക്വാളിറ്റിയാണ്. ഇതിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു ഡിസൈനാണ്. നമുക്ക് ഇതിൻ്റെ ബാക്കൊക്കെ എടുത്ത് നോക്കിയാൽ ഒരു റെയിൻബോ എഫക്റ്റ് ഒക്കെ കാണാം. നമ്മളൊരു ബ്ലാക്ക് വേരിയൻറ്റിലും വൈറ്റ് വേരിയൻറ്റിലും ഒരു റെയിൻബോ എഫക്റ്റ് ഒക്കെ ഉണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന ബ്ലൂവിൽ അത്ര ഒരു റെയിൻബോ എഫക്റ്റ് ഒന്നും കാണുന്നില്ല, എന്നാലും ഒരു അതിൻ്റെ റിഫ്ലക്ഷൻ, ലൈറ്റിൻ്റെ റിഫ്ലക്ഷനൊക്കെ തട്ടുമ്പോൾ എന്തൊരു ഭയങ്കര ലുക്കാണ്. നമുക്ക് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ ഭയങ്കര ഫോൺ ഭയങ്കര ലുക്കായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ബാക്കിൽ നമുക്ക് ഡിസൈൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് പെട്ടെന്ന് വെക്കും. ഇതൊരു പ്ലാസ്റ്റിക്കാണ്, ബാക്കിൽ പ്ലാസ്റ്റിക്കാണ്, കണ്ടാൽ ഗ്ലാസ് ആണെന്ന് തോന്നുമെങ്കിലും ഇത് ശരിക്കും പ്ലാസ്റ്റിക്കാണ്. എന്തായാലും അതിൽ നമുക്ക് ഫിംഗർ പ്രിൻ്റൊക്കെ വരുന്നുണ്ട്, നമ്മളെ കയ്യിൻ്റെ അതേപോലെ സ്ക്രാച്ചൊക്കെ പെട്ടെന്നാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു അതിൻ്റെ ബാക്കിൽ നമുക്ക് വേണമെങ്കിൽ ടെമ്പറഡ് ഗ്ലാസ് ഒക്കെ നമുക്ക് ബാക്കിൽ നമുക്ക് വെക്കാനും ടെമ്പറഡ് ഗ്ലാസ് ഒക്കെ കിട്ടുന്നതാണ്. പിന്നെ ഇതിന് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു USB-C ടൈപ്പ് പോർട്ട് കാണുന്നുണ്ട്. കുറേ ഫോൺസ് ഇപ്പോൾ ഇത് പുതിയ ടെക്നോളജി ആണെങ്കിലും ചില ഫോൺസ് ഇത് ഉപയോഗിക്കാതെ സാധാരണ മൈക്രോ USB പോർട്ടൊക്കെ ആയിട്ട് വരുന്നുണ്ട്. എന്നാൽ ഇതിൽ നമുക്ക് പുതിയ ടെക്നോളജി USB-C പോർട്ട് നമുക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ചാർജിങ്ങും നമുക്ക് കിട്ടും. അതിനെപ്പറ്റിയൊക്കെ നമുക്ക് പിന്നീട് പറയാം. പിന്നെ നമുക്കിതിൽ 3.5mm ജാക്ക് കിട്ടുന്നുണ്ട്, ഹെഡ്ഫോൺ ജാക്ക്. നമുക്ക് ഇയർഫോണൊക്കെ ഒരു അഡാപ്റ്ററും ഇല്ലാതെ കണക്ട് ചെയ്യാം. അതും ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ട് പറയാം, കാരണം കുറേ ഫോൺസ് അതൊക്കെ ഒഴിവാക്കിയിട്ട് വരുന്നുണ്ട്. പിന്നെ ഇതിൽ നമുക്കൊരു പ്രശ്നമല്ല, എന്നാലും ചിലവർക്കൊക്കെ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യം നോട്ടിഫിക്കേഷൻ LED ഇല്ല. നോട്ടിഫിക്കേഷൻ കത്താനായിട്ട് നമുക്ക് മുകളിൽ ഓരോ ലൈറ്റൊക്കെ കത്തുന്നുണ്ടാവും. പക്ഷേ അത് പരിഹരിക്കാനായി നമുക്ക് സാംസങ്ങിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട്. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓൺ ആക്കിയാൽ നമുക്ക് എല്ലാ സമയത്തും ഡിസ്പ്ലേ ഓൺ ആയിട്ട് കിട്ടും. പക്ഷേ ഇത് നമ്മൾ ബാറ്ററി ഒരിക്കലും അങ്ങനെ എടുക്കില്ല, കാരണം ഇതിൽ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. AMOLED ഡിസ്പ്ലേയെ പറ്റി നമുക്ക് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ പോയാൽ കാണാം, അല്ലെങ്കിൽ മുകളിലുള്ള കാർഡിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. അപ്പോൾ ഡിസ്പ്ലേനെ പറ്റി പറയുമ്പോൾ ഇതിന് 6.4 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ്, സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ AMOLED ഡിസ്പ്ലേനെ പറ്റി നിങ്ങൾക്ക് ഏകദേശമൊക്കെ അറിയാമായിരിക്കും. അത് ആദ്യം തന്നെ ഞാൻ പറഞ്ഞു, അറിയില്ലെങ്കിൽ ഈ വീഡിയോ കാണാൻ. അപ്പോൾ അത്രക്കും നല്ലൊരു ഡിസ്പ്ലേ ആണ് ഇതിൽ കിട്ടുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്ര നല്ലൊരു ഡിസ്പ്ലേ എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ തന്നെ M30 ഉണ്ടാവും, അല്ലാതെ വേറെ ഏത് ഫോൺ നമുക്ക് കാണാൻ കഴിയില്ല. അത്രക്കും നല്ല ഒരു ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടില്ല, നല്ലൊരു ക്ലാരിറ്റി ഉള്ളൊരു, അതും AMOLED ഡിസ്പ്ലേ ബാറ്ററി അധികം എടുക്കില്ല. അപ്പോൾ അങ്ങനത്തെ കുറേ ഗുണങ്ങൾ നമുക്ക് ഈ ഡിസ്പ്ലേക്ക് പറയാൻ കഴിയും. പിന്നെ നമുക്കിതിൽ 1080p റെസൊല്യൂഷനിൽ സ്ട്രീമിങ് ചെയ്യാനും കഴിയും, സ്ട്രീം ചെയ്യാനൊക്കെ കഴിയും. പിന്നെ ഇതിൽ ഓട്ടോ ബ്രൈറ്റ്നസ് വരുന്നത് നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്, അതും ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ട് പറയാം. പിന്നെ നമുക്ക് ഡിസ്പ്ലേൻ്റെ ഒരു പോരായ്മയായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ സെക്യൂരിറ്റി, ഇതിൻ്റെ പ്രൊട്ടക്ഷനാണ്. ഇത് നമുക്ക് Gorilla Glass 3 ആണ് വരുന്നത്. Gorilla Glass 3 കുറച്ച് ഓൾഡായിട്ടുള്ളൊരു ഇതായതുകൊണ്ട് തന്നെ സാധാരണ ഇപ്പോൾ വരുന്ന പുതിയ മോഡലിൻ്റെ അത്ര ഒന്നും ഉണ്ടാവില്ല, എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ ഇയർ പീസാണ്. ഇയർ പീസിൻ്റെ ക്വാളിറ്റി വളരെ നല്ലതാണ്. പിന്നെ നമുക്ക് കോൾ ചെയ്യുമ്പോഴൊക്കെ നല്ല കോൾ ക്വാളിറ്റി നമുക്ക് ഈ സ്പീക്കറിലൂടെ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ പ്രൈസ് റേഞ്ചിലുള്ള മറ്റു ഫോണുകളിലില്ലാത്ത, മറ്റു ഫോണുകൾ ആകെ ഒരു ഫോണിലേ ഉള്ളൂ എന്ന് തോന്നുന്നു, Oppo K1 മാത്രമാണ് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഈ വിലക്കുള്ളത്. അപ്പോൾ അതൊരു നമുക്ക് ഒരു നല്ലതായിട്ട് പറയാം, പുതിയൊരു ടെക്നോളജി ആയതുകൊണ്ട് തന്നെ. പിന്നെ പക്ഷേ നമ്മൾ സാധാരണ ഒരു ഫിംഗർ പ്രിൻറ്റ് സ്കാനറിൻ്റെ പോലെ അത്ര അങ്ങനത്തെ ഫാസ്റ്റ് അല്ല, ഏകദേശം 1 സെക്കൻഡ് മുഴുവനായിട്ട് എടുക്കുന്നുണ്ട് തോന്നുന്നു. ഫോൺ ഇറങ്ങിയ സമയത്ത് വളരെ സ്ലോ ആയിരുന്നു, ചിലപ്പോൾ 2 സെക്കൻഡ് കൂടുതലൊക്കെ എടുത്തിരുന്നു. എന്നാൽ ഒരു അപ്ഡേറ്റിന് ശേഷം അത് കുറച്ചൊക്കെ ഫിക്സ് ആയിട്ടുണ്ട്. ഇനിയും ചിലപ്പോൾ ഒരു അപ്ഡേറ്റ് വന്നാൽ കുറച്ചുകൂടി ഫാസ്റ്റ് ആവുമെന്ന് വിചാരിക്കാം, നമുക്ക് ഉറപ്പില്ല. ചിലപ്പോൾ എന്തെങ്കിലും ടെക്നോളജി മാറ്റി ശരിയാകുമായിരിക്കും. പിന്നെ നമുക്ക് ഫേസ് ലോഗും ലഭിക്കുന്നുണ്ട്. ഫേസ് ലോഗ് ഇപ്പോൾ എല്ലാ ഫോണിലും നമുക്ക് കിട്ടുന്നുണ്ട്. അത് ക്യാമറ ബേസ് ചെയ്തിട്ട് നമുക്ക് സോഫ്റ്റ്വെയർ ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഇറങ്ങുന്ന ഏത് ഫോണുകളിലും അത്ര നല്ല സെക്യൂരിറ്റി ഒന്നും ഉണ്ടാവില്ല, ഫാസ്റ്റ് ഉണ്ട്, കുഴപ്പമില്ലാത്ത ഫാസ്റ്റ് ഉണ്ട്. പിന്നെ ഇതിൽ പ്രോസസ്സർ ഉപയോഗിച്ചത് സാംസങ്ങിൻ്റെ തന്നെ Exynos 9610 എന്ന് പറഞ്ഞ പ്രോസസ്സറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് സ്നാപ്ഡ്രാഗണായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്നാപ്ഡ്രാഗൺ 660 കുറച്ചുകൂടി നല്ല പെർഫോമൻസ് കിട്ടും. സ്നാപ്ഡ്രാഗണിൻ്റെ 675 ഏകദേശം അതേ പെർഫോമൻസ് എന്ന് തന്നെ പറയാം. അതേ പെർഫോമൻസ് തന്നെ. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ 1-2 സെക്കൻഡ് മാറ്റങ്ങളൊക്കെ ഇത് വരുന്നുള്ളൂ.
പിന്നെ നമുക്ക് ഫോണിൽ ഒരു ഹാങ്ങോ ഹീറ്റിങ്ങോ അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഇല്ല, സ്മൂത്ത് ആയിട്ട് തന്നെ ഫോൺ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഗെയിമിംഗ് പെർഫോമൻസിനെ പറ്റി പറയുമ്പോൾ ഇപ്പോൾ എല്ലാവരും കളിക്കുന്ന ഗെയിം PUBG ആണല്ലോ. അപ്പോൾ PUBG നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് HDR സെറ്റിങ്സിൽ നമുക്ക് കളിക്കാൻ പറ്റും. എന്നാൽ ചെറുതായിട്ടൊരു ലാഗൊക്കെ നമുക്ക് HDR സെറ്റിങ്സിൽ കളിക്കുമ്പോൾ ഫീൽ ചെയ്യും. പക്ഷേ HDR സെറ്റിങ്സ് നിങ്ങൾ കളിക്കണമെന്നില്ല, കാരണം HDR സെറ്റിങ്സ് ആണെങ്കിലും അല്ലെങ്കിലും ചെറിയ മാറ്റങ്ങളുള്ളൂ. PUBG നിങ്ങൾക്ക് ഒരു ലാഗും ഇല്ലാതെ കളിക്കണമെങ്കിൽ ഹൈ ഗ്രാഫിക്സിൽ മീഡിയം FPS ഇട്ട് കളിച്ചാൽ നമുക്ക് ഒരു ലാഗും ഇല്ലാതെ തന്നെ കളിക്കാൻ കഴിയും. പിന്നെ നമുക്ക് ഈ പ്രോസസ്സറിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് പവർ എഫിഷ്യൻ്റ് ആണ്. സ്നാപ്ഡ്രാഗൺ 660യേക്കാൾ പവർ എഫിഷ്യൻ്റ് ആണ്. കാരണം ഇതിൽ 10 നാനോമീറ്റർ ആർക്കിടെക്ചറിലാണ് ഇത് ഉണ്ടാക്കിയുള്ളത്. സ്നാപ്ഡ്രാഗൺ 660 14 നാനോമീറ്റർ ആർക്കിടെക്ചറാണ്. അപ്പോൾ ഇതിൽ 10 നാനോമീറ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ബാറ്ററി ലൈഫ് കുറച്ചുകൂടെ കിട്ടും. പിന്നെ ബാറ്ററിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ഇത് 4000 mAh ബാറ്ററിയാണ്. അത്യാവശ്യം നന്നായിട്ട് തന്നെ ബാറ്ററി നിൽക്കുന്നുണ്ട്. നമുക്കൊരു മീഡിയം യൂസേജ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ദിവസത്തിലേറെ കിട്ടുന്നുണ്ട്. ഒരു 2 ദിവസത്തിനടുത്ത് തന്നെ നമുക്ക് മീഡിയം യൂസേജിൽ ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിന് നമുക്ക് 15 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജർ കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ല ഫാസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ചാർജ് ചെയ്യാൻ കഴിയും. ഏകദേശം 0% നിന്ന് 100% ആകാൻ ഒരു 2 മണിക്കൂറൊക്കെയാണ് സമയം എടുക്കുന്നത്. പിന്നെ നമുക്ക് അധികം ഫോൺസിലും ഇല്ലാത്ത ചില ഫോൺസൊക്കെ ഒഴിവാക്കുന്നൊരു ഇതാണ് നമുക്ക് ട്രിപ്പിൾ സ്ലോട്ട് ഇതിൽ കിട്ടുന്നുണ്ട്. അതായത് ഒരു SD കാർഡും 2 സിമ്മുകളും നമുക്ക് ഒപ്പം യൂസ് ചെയ്യാൻ കഴിയും. ഇപ്പോഴത്തെ പല ഫോണുകളിലും ഹൈബ്രിഡ് സ്ലോട്ടാണ്, 2 സിം ഇടാം, ഒന്നെങ്കിൽ 2 സിം ഇടാം, അല്ലെങ്കിൽ ഒരു സിം ഒരു SD കാർഡ് ഇടാം, അങ്ങനത്തെ ഫീച്ചേഴ്സ് കാണാം. എന്നാൽ ഇതിൽ അങ്ങനെയല്ല, നമുക്ക് 2 സിമ്മുകളും ഒരു SD കാർഡും ഒപ്പം തന്നെ യൂസ് ചെയ്യാൻ കഴിയും. അടുത്തതായിട്ട് ഞാൻ പറയുന്നത് ഇപ്പോൾ കൂടുതൽ പേർക്കും അറിയേണ്ട ഒരു കാര്യമായിരിക്കും ക്യാമറ. ഇതിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ആദ്യത്തെ മെയിൻ ക്യാമറ 25 മെഗാപിക്സലിൻ്റെ ക്യാമറയാണ്. അത്യാവശ്യം നല്ല ഒരു ക്യാമറ തന്നെയാണ് ഇത്. പറയാൻ നമുക്ക് ഇതിൻ്റെ ഫോട്ടോ സാമ്പിൾസൊക്കെ നിങ്ങൾക്ക് കാണാം. ഈ കാണുന്നതാണ് ഇതിപ്പോൾ എടുത്തൊരു ഫോട്ടോ. ഇതിൽ നല്ല ഡൈനാമിക് റേഞ്ചും എല്ലാം നല്ല ഇതാണ്. നമുക്കിപ്പോൾ റെഡ്മി നോട്ട് 7 Pro ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റെഡ്മിയുടെ അത്ര കിട്ടില്ല. കാരണം റെഡ്മിയിൽ യൂസ് ചെയ്ത സെൻസറൊക്കെ കുറച്ച് സോണിയുടെ നല്ല 48 MB വരെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലൊരു ഹൈ എൻഡ് സെൻസറാണെന്നൊക്കെ പറയാം. പിന്നെ പോക്കോ F1 ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പോക്കോൻ്റെ അതേ ഒരു ക്വാളിറ്റി തന്നെയാണ് കിട്ടുന്നത്. ചില ഫോട്ടോകൾ നമ്മൾ പോക്കോയിൽ എടുക്കുമ്പോൾ പോക്കോയിൽ കുറച്ചുകൂടെ നല്ല ഫോട്ടോസ് ആയിരിക്കും, എന്നാൽ ചില ഫോട്ടോസ് ഈ A50 നല്ല. അപ്പോൾ പോക്കോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഏകദേശം അതേപോലെ തന്നെ എന്ന് പറയാം. പിന്നെ നമുക്ക് ഇതിൽ 8 മെഗാപിക്സലിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറയുണ്ട്. അതും വളരെ നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, സാധാ ഒരു ക്യാമറയിൽ എടുത്തതും വൈഡ് ആംഗിൾ ലെൻസ് ഉപയോഗിച്ച് എടുത്തതും നിങ്ങൾക്ക് കാണാൻ കഴിയും. സാധാ ഫോട്ടോയും വൈഡ് ആംഗിൾ ലെൻസ് ഉപയോഗിച്ചുള്ള എടുത്തതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. വൈഡ് ആംഗിൾ നല്ല കവറേജ്, നമുക്ക് കുറേ കവർ ചെയ്തിട്ട് ഇപ്പോൾ ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫി എടുക്കുകയാണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വളരെ യൂസ്ഫുൾ ആവും. പിന്നെ അടുത്തതായിട്ട് നമുക്ക് 5 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസറും ബാക്കിലുണ്ട്. അത് നല്ലൊരു എഡ്ജ് ഡിറ്റക്ഷനൊക്കെ അതിനുണ്ട്. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആകുകയാണെങ്കിലും നല്ല ശരിക്കും തന്നെ നന്നായിട്ട് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യാനൊക്കെ ഈ 5 മെഗാപിക്സൽ ഡെപ്ത് സെൻസർ സഹായിക്കുന്നുണ്ട്. അടുത്ത നമുക്ക് സെൽഫി ക്യാമറയാണ്. സെൽഫി ക്യാമറ ഇതിൽ വരുന്നത് 25 മെഗാപിക്സലിൻ്റെ ക്യാമറയാണ്. നല്ല ക്യാമറ എന്ന് തന്നെ പറയാം. ഈ പ്രൈസ് റേഞ്ചിൽ ഏറ്റവും നല്ലൊരു ക്യാമറയായിട്ട് എനിക്ക് തോന്നിയതാണ്. നല്ല പോർട്രേറ്റ് എടുക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബ്ലർ ആകുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം നമ്മൾ പറയാൻ വിട്ടു, ബാക്ക് ക്യാമറയെക്കുറിച്ച്. ബാക്ക് ക്യാമറയിൽ 25 മെഗാപിക്സൽ ക്യാമറ നമുക്ക് എടുക്കണമെങ്കിൽ ഒരു സെറ്റിങ്സ് ഓൺ ആക്കണം. ആദ്യം നമുക്ക് ഫോണിൽ കിട്ടുന്ന സമയത്ത് 12 മെഗാപിക്സലിലെ ഫോട്ടോ എടുക്കുകയുള്ളൂ. എന്നാൽ ഇതിൽ 25 മെഗാപിക്സൽ ആക്കണമെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ പോയ ഒരു 3:1 എന്നൊക്കെ പറഞ്ഞിട്ടൊരു അതിൻ്റെ ആസ്പെക്ട് റേഷ്യോ, ഫോട്ടോയുടെ റേഷ്യോ എഴുതിയൊരു ഇത് കാണാം. അത് ക്ലിക്ക് ചെയ്ത് 3:1 എന്നത് മാറ്റി 3:1H എന്നതാക്കണം. എന്നാലേ നമുക്ക് 25 മെഗാപിക്സലാകാൻ കഴിയുള്ളൂ. 12 നിന്ന് 25 മെഗാപിക്സലിലേക്ക് വരുമ്പോൾ നല്ല ഡിഫറൻസ് തന്നെ ഉണ്ട് സൂം ചെയ്യുന്ന സമയത്തെല്ലാം. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് സെൽഫി ക്യാമറയിലേക്ക് തിരിച്ചു വരുമ്പോൾ ഡൈനാമിക് റേഞ്ച് നമുക്ക് എടുത്ത് പറയേണ്ട കാര്യമാണ്. നല്ലൊരു ഡൈനാമിക് റേഞ്ചാണ്. നമുക്ക് ഒരു വെളിച്ചത്ത് ഫോട്ടോ എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ മുഖത്തേക്ക് ലൈറ്റ് വരുന്ന ഒരു രീതിയിലാണ് നമ്മൾ ഫോട്ടോ എടുക്കാറുള്ളത്. എന്നാൽ നമ്മളിപ്പോൾ അഥവാ നമുക്ക് ക്യാമറയിലേക്ക് ലൈറ്റ് വരുന്ന രീതിയിൽ കുറച്ചൊക്കെ ഫോട്ടോ എടുക്കേണ്ടി വന്നാലും നല്ല ഫോട്ടോ സെൽഫി ക്യാമറയാണെങ്കിൽ ബാക്ക് ക്യാമറയാണെങ്കിൽ എടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് വീഡിയോനെ പറ്റിയാണ് പറയാനുള്ളത്. ഇതിൽ 1080p റെസൊല്യൂഷനിൽ, അതായത് ഫുൾ HD റെസൊല്യൂഷനിലാണ് മാക്സിമം നമുക്ക് ഷൂട്ട് ചെയ്യാൻ കഴിയുന്നത്. 4K റെക്കോർഡിംഗ് ഇല്ലാത്തത് കുറേ പേര് കുറച്ച് പോരായ്മയായിട്ട് പറയുന്നുണ്ട്. പക്ഷേ എനിക്കതൊരു പോരായ്മയായിട്ട് തോന്നിയിട്ടില്ല. കാരണം 4K ക്വാളിറ്റിയിൽ ആരും അധികം റെക്കോർഡ് ചെയ്യാറില്ല. 4K ഡിസ്പ്ലേ ഒന്നും ആരും യൂസ് ചെയ്യുന്നില്ല. കുറച്ച് പേരെടുത്ത് നമുക്ക് 4K ഡിസ്പ്ലേ കിട്ടുന്നുള്ളൂ. അപ്പോൾ 4K ഒരു പ്രശ്നമല്ല. പിന്നെ അടുത്തതായിട്ട് നമുക്ക് സ്ലോ മോഷൻ്റെ കാര്യം പറയുമ്പോൾ 720p റെസൊല്യൂഷനിൽ 240 FPS ഇതിൽ വീഡിയോ എടുക്കാൻ കഴിയുന്നത്, സ്ലോ മോഷൻ വീഡിയോ എടുക്കാൻ കഴിയുന്നത്. പിന്നെ നമുക്ക് അൾട്രാ വൈഡ് ഉപയോഗിച്ചും വീഡിയോ എടുക്കാം. അൾട്രാ വൈഡ് ലെൻസ് വെച്ച് വീഡിയോ എടുക്കുമ്പോൾ നല്ല വൈഡായിട്ടുള്ള വീഡിയോ എടുക്കുക. അതായത് നമ്മൾ വ്ളോഗിങ് ചെയ്യുമ്പോൾ മൊബൈൽ ക്യാമറ വെച്ച് ബാക്ക് ക്യാമറ വെച്ച് വ്ളോഗിങ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫോൺ അധികം അകലത്ത് വെക്കാതെ തന്നെ ശരിക്കും വ്ളോഗിങ് ചെയ്യാൻ കഴിയും. അപ്പോൾ അതും ഒരു വ്ളോഗേഴ്സിനൊക്കെ കുറച്ച് നല്ലൊരു കാര്യമാണ്. പിന്നെ ഇതിൽ വാട്ടർ പ്രൂഫ് ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളത്തിലിട്ട് ഇത് വീഡിയോ എടുക്കാൻ, അതേപോലെ തന്നെ ഒരു ആക്ഷൻ ക്യാമറൻ്റെ എല്ലാ ഇതിൽ കിട്ടുന്നുണ്ട്. ആക്ഷൻ ക്യാമറയിൽ വൈഡ് ആംഗിൾ ലെൻസ് ഉണ്ട്, വാട്ടർ പ്രൂഫും ഉണ്ട്. അത് രണ്ടും ഇതിലുണ്ട്.
ഇനി നമുക്ക് സോഫ്റ്റ്വെയറിനെ പറ്റി പറയുമ്പോൾ ഇതിൽ One UI ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സാംസങ്ങിൻ്റെ പണ്ടത്തെ ടച്ച് വിസ് UI കുറച്ചൊരു മോശമായിട്ടുള്ള UI ആയിരുന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഈ One UI ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന One UI കുറേ അപ്ഡേഷൻ ഇതിൽ വന്നിട്ടുണ്ട്, കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു UI ആണ്. പിന്നെ ഇതിൽ പരസ്യം വരും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പരസ്യം വരുന്നത് നിങ്ങൾ ബൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ, ഫോൺ ആദ്യമായിട്ട് കിട്ടുന്ന സമയത്ത്, ബൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ കുറേ കാര്യങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കാണ്ട് അതൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കൊടുത്താൽ മതി. കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ പറയണമെങ്കിൽ അത് നമ്മളിപ്പോൾ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേറെ വീഡിയോസ് മലയാളത്തിൽ തന്നെ കുറച്ച് വീഡിയോസ് നിങ്ങൾക്ക് കണ്ടാൽ അത് മനസ്സിലാവും. ഞാനത് ഫുൾ സ്കിപ്പ് ചെയ്ത് കൊടുത്തുകയാണ് ചെയ്തത്, അതുകൊണ്ട് ഹാഡൊന്നും വരുന്നില്ല. പിന്നെ ഇതിൽ Android 9 Pieലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഈ നമ്മുടെ UIനെ പറ്റി പറയുമ്പോൾ ഇതിൽ ജസ്റ്റേഴ്സും ഷോർട്ട് കട്ട്സും അതേപോലെ കുറേ സംഭവങ്ങൾ നമുക്ക് നല്ല ഉപകാരപ്രദമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിലുണ്ട്. നമ്മളിപ്പോൾ ഒരു ടാപ്പ് നമ്മൾ കൈ ഇങ്ങനെ ഒന്ന് നീക്കി കൊണ്ടുപോകുമ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക, അങ്ങനെ കുറേ ജസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ അവസാനമായിട്ട് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ ഈ ഫോൺ എടുക്കണം. ഇതിൽ ഏറ്റവും നമുക്ക് എടുത്ത് പറയാനുള്ളത് ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. സൂപ്പർ AMOLED ഡിസ്പ്ലേ. സെക്കൻഡായിട്ട് ഡിസൈന്, ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ട്, അൾട്രാവൈഡ് ക്യാമറ, പിന്നെ നമുക്ക് ഫോണിൻ്റെ ഒപ്പം ഇയർഫോൺ കിട്ടുന്നുണ്ട്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ. അത് അത്ര ഫാസ്റ്റ് ഒന്നുമില്ല, എന്നാലും പുതിയൊരു ടെക്നോളജി എന്ന് പറയാം. ചിലപ്പോൾ അടുത്ത അപ്ഡേറ്റിൽ കുറച്ചുകൂടെ ഫാസ്റ്റ് ആകാൻ ചാൻസ് ഉണ്ട്. പിന്നെ നല്ലൊരു സെൽഫി ക്യാമറ, ഹീറ്റിംഗ് ഇല്ല, പിന്നെ ഫാസ്റ്റ് ചാർജിങ്, പിന്നെ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ്, ഒരു സ്പീഡായിട്ടുള്ള നല്ല കുഴപ്പമില്ലാത്ത സ്പീഡിലെ പെർഫോമൻസ്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടതുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് സാംസങ് A50 എടുക്കുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഇതിനേക്കാൾ നല്ല ഫോൺ ഏതും തന്നെയില്ല. പിന്നെ പെർഫോമൻസും ക്യാമറയൊക്കെയുള്ള ഫോണുകൾ നമുക്ക് റെഡ്മിയിലുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. പ്രത്യേകിച്ച് സൂപ്പർ AMOLED ഡിസ്പ്ലേ ഒക്കെ ഇതിനത്ര നല്ല ഡിസ്പ്ലേ വേറെ ഒരു ഫോണും ഇല്ല എന്ന് പറയാം. ഇപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഓവറോൾ 20,000 രൂപേൻ്റെ ആ പ്രൈസ് റേഞ്ചിൽ ഓവറോൾ ഏറ്റവും നല്ലൊരു ഫോണ് സാംസങ് A50 ആണ്. ഇനി നമുക്ക് 2 കോമ്പറ്റീറ്റേഴ്സിന് ഇതിനുണ്ട്. രണ്ട് ഒരേ കമ്പനിയുടെ തന്നെ. ഒന്ന് Redmi Note 7 Pro, രണ്ടാമത്തേത് Poco F1. അപ്പോൾ ഈ ഫോൺ എടുക്കുന്നതിന് പകരം എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് Note 7 Pro എടുക്കാൻ നോക്കാം. അപ്പോൾ Redmi Note 7 Proയിൽ A50യേക്കാൾ കുറച്ചുകൂടെ നല്ലൊരു ക്യാമറ കിട്ടുന്നുണ്ട്. പിന്നെ ഗെയിമിംഗ് പെർഫോമൻസ് Note 7 Proയിൽ കുറച്ചുകൂടെ കൂടുതലാണ്. പിന്നെ പെർഫോമൻസ് സ്പീഡിൻ്റെ കാര്യത്തിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല, രണ്ടും ഏകദേശം സെയിമാണ്. ചെറിയ 1-2 സെക്കൻഡിന് വ്യത്യാസങ്ങളൊക്കെ നമുക്ക് ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോഴും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വരുന്നുള്ളൂ. രണ്ടും ഏകദേശം സെയിം പെർഫോമൻസ് ആണ്. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് പോക്കോ ആണുള്ളത്. A50ക്ക് പകരം എന്തെല്ലാം കാരണം കൊണ്ട് നിങ്ങൾക്ക് പോക്കോ എടുക്കാമെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഗെയിമിംഗ് പെർഫോമൻസ്, സ്പീഡ്, പോക്കോൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പീഡാണ്. ഏറ്റവും നല്ലൊരു ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ, സ്നാപ്ഡ്രാഗൺ 845 ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഫാസ്റ്റാണ്. അതിനെ തോൽപ്പിക്കാൻ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒറ്റ ഫോൺ പോലും വന്നിട്ടില്ല. പിന്നെ ക്യാമറ പിന്നെ രണ്ടും ഏകദേശം സെയിമാണെന്ന് നമ്മൾ പറഞ്ഞു. ഈ ഒരു കാര്യങ്ങൾ കൊണ്ടൊക്കെ നിങ്ങൾക്ക് പോക്കോ ഫോൺ എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. നമ്മൾ ഉറപ്പായിട്ട് റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഏത് ഫോണുകൾ പറ്റും, 3 ഫോണുകൾ പറ്റുകയാണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏത് ഫോണുകൾ പറ്റുകയാണെങ്കിൽ എന്ത് ഡൗട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ടെക്നോളജി സംബന്ധമായിട്ടുള്ള നിങ്ങൾക്ക് ചോദിക്കാം. നമ്മളതിന് മാക്സിമം റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. പിന്നെ ഇങ്ങനത്തെ ഒരു 20,000 ബഡ്ജറ്റിൽ ആരെങ്കിലും ഫോൺ വാങ്ങാനൊക്കെ പോകുന്നുണ്ടെങ്കിൽ അവർക്കായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം. പിന്നെ കൂടുതൽ ഇങ്ങനത്തെ വീഡിയോസ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.